ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അമൃതം പൊടി വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗനവാടി വഴി വിതരണം ചെയ്യുന്ന ഒരു ന്യൂട്രിമിക്സ് പൗഡറാണ് അമൃതം പൊടി. ഇപ്പോൾ സാധാരണ കുട്ടികൾക്കൊക്കെ അമൃതം പൊടി വെച്ചിട്ട് കുറുക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. പിന്നെ ഈ ഒരു പുഡിങ്ങിന് അമൃതം പൊടിയുടെ ആ ഒരു ടേസ്റ്റൊന്നും, ആ ഒരു കുത്തലൊന്നും വരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പിന്നെ മുമ്പ് അമൃതം പൊടി വെച്ചിട്ടൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പഞ്ചസാര ഒന്ന് ഉരുകി വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെക്കാം. ഒന്ന് ഉരുകി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടേസ്റ്റൊക്കെ മൊത്തത്തിൽ മാറുകയും ചെയ്യും. പിന്നെ കാരമലൈസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുകയും ചെയ്യും. പിന്നെ മിക്സ് ആവാൻ വേണ്ടി പാന് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി, ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ കാരമൽ പുഡിങ് റെഡിയാക്കാൻ എടുത്തിട്ടുള്ള ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാരമൽ പെട്ടെന്ന് സെറ്റാവും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പാത്രം എടുക്കുമ്പോൾ ഇത് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള പാത്രം തന്നെ എടുക്കുകയും ചെയ്യാം. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ 5 ടേബിൾ സ്പൂൺ അമൃതം പൊടി, പിന്നെ 1 ടീസ്പൂൺ വനില എസൻസ്. വനില എസൻസിന് പകരം ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ആയാലും മതി. പിന്നെ 7 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ഗ്ലാസ് ഇളം ചൂടുള്ള പാല്. പാല് തണുത്ത പാലാവരുത്, ചെറിയൊരു ചൂടുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാരമലിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു കുക്കറിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇഡ്ഡലിച്ചമ്പോ അല്ലെങ്കിൽ സ്റ്റീമറൊക്കെ ഉപയോഗിക്കാം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട്. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് അതിലേക്കാണ് ഈ പാത്രം ഇറക്കി വെച്ചിട്ടുള്ളത്. ശേഷം ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ഞാൻ ചെറിയൊരു ഹോളുള്ള അടപ്പാണ് വെച്ചിട്ടുള്ളത്. ഇനി ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചാലും മതി, അതിന് ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്താലും മതി. ശേഷം കുക്കർ അടച്ച് വെച്ച്, വെയിറ്റ് ഇടരുത്, കുക്കർ അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുകയാണ്. പിന്നെ സ്റ്റീമറിൻ്റെ, നിങ്ങളുടെ അടുത്തുള്ള സ്റ്റീമറിന് അനുസരിച്ചിട്ട് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ അതിലൊന്നും പറ്റി പിടിക്കുന്നൊന്നുമില്ല, നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
പിന്നെ ഈ ഒരു പുഡിങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും തണുപ്പിക്കാതെയൊക്കെ കഴിക്കുക. രണ്ട് രീതിയിലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ അമൃതം പൊടി വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയത് എന്ന് മനസ്സിലാവേ ഇല്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഇനി ഈ പുഡിങ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ അമൃതം പൊടി ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുമാണ്, നല്ല എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.